to classical mechanics class, and this is class number CM41, Euler angles. Some people will read it as Euler angles. The spelling is Euler, so we can read Euler angles. What are Euler angles? And this is MSc Physics Classical Mechanics topic, and this is also for some BSc Physics class. Euler's angles, what are they? Class number CM41. Euler angles are a set of three angles used to describe the orientation of rigid body in 3D space. They represent rotations around a specific axis, allowing for any arbitrary orientation to be achieved through a sequence of rotations. അപ്പോൾ നമ്മൾ നേരത്തെ ജേർണലിസ്റ്റിക് കോർഡിനേറ്റ് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടുതൽ യൂളർ ആംഗിൾ പറഞ്ഞു, ക്വാർട്ടർ ന്യൂൾസ് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാറ്റഗറി, രണ്ടാമത്തെ കാറ്റഗറി, ആദ്യം കാർട്ടീഷ്യൻ കോർഡിനേറ്റ്, പിന്നെ യൂളർ ആംഗിൾസ്, പിന്നെ ക്വാർട്ടർ ന്യൂൾസ്, അതൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു സെക്കൻഡ് സെറ്റായിട്ട് വരുന്നതാണ് ഈ യൂളർ ആംഗിൾസ്. സെറ്റ് ഓഫ് കോർഡിനേറ്റാണ്, ഒരു കൂട്ടം കോർഡിനേറ്റ്. ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് XYZ പോലെ ഉള്ള സെറ്റ് ഓഫ് കോർഡിനേറ്റ്സ് ആണ് ഈ യൂളർ ആംഗിൾസ്. യൂളർ ആംഗിൾസ് ആർ എ സെറ്റ് ഓഫ് ത്രീ ആംഗിൾസ് used to describe the orientation of a rigid body in 3D space. 3D സ്പേസിൽ ഒരു റിജിഡ് ബോഡിയുടെ പൊസിഷൻ, ഓറിയൻറ്റേഷൻ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെറ്റ് ഓഫ് ആംഗിൾസ്, ത്രീ ആംഗിൾസ്, അതിനാണ് യൂളേഴ്സ് ആംഗിൾസ് എന്ന് പറയുന്നത്. ദേ റെപ്രസെൻറ്റ് റൊട്ടേഷൻസ് അറൗണ്ട് എ സ്പെസിഫിക് ആക്സിസ്, അതായത് ZY-X ആക്സിസ് എന്ന് പറയും. allowing for any arbitrary orientation to be achieved through a sequence of rotations. ഒരു പ്രത്യേക എണ്ണം റൊട്ടേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഡിസൈഡ് ഓറിയൻറ്റേഷനിൽ ആ റിജിഡ് ബോഡിയെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഡയഗ്രാം, എല്ലാ ഫീച്ചേഴ്സും ഈ ഡയഗ്രത്തിൽ കാണിച്ചിട്ടില്ല. ഡയഗ്രാം വരയ്ക്കുന്നത് അല്പം ഡിഫിക്കൽട്ടാണ്, അതുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ഡയഗ്രാം നമ്മൾ ഇവിടെ കൊടുത്തിട്ടില്ല. ഇവിടെ ആ മൂന്ന് ആംഗിൾസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നിങ്ങൾ നോക്കിയാൽ ആ ബ്ലൂ ഇങ്കിൽ ഒരു 3 ആക്സിസ് കാണിച്ചിട്ടുണ്ട്. X1 ആക്സിസ്, X2 ആക്സിസ്, X3 ആക്സിസ്. അത് ആക്ച്വലി നമ്മുടെ XYZ ആക്സിസ് ആയിട്ട് വിചാരിക്കാവുന്നതാണ്. ഇവിടെ X1, X2, X3 എന്ന് പറയുന്ന ആ 3 ആക്സസ് അതിവിടെ ബ്ലൂ ഇങ്കിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിന് നമുക്ക് വേണമെങ്കിൽ XYZ എന്ന് മാർക്ക് ചെയ്യാം. X1 ഡാഷിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം, X2 ഡാഷിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ. അതുപോലെ X3ക്കും റൊട്ടേഷൻ പോസിബിളാണ്. അപ്പോൾ എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ, ആദ്യം നമ്മൾ X3 ആക്സിനെ അടിസ്ഥാനപ്പെടുത്തി റൊട്ടേറ്റ് ചെയ്യും, പിന്നീട് X2 ആക്സിനെ, പിന്നെ X1 ആക്സിനെ അടിസ്ഥാനപ്പെടുത്തി റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഈ റൊട്ടേഷൻ നടത്തുമ്പോൾ ആ മറ്റേ ആക്സുകൾ ചില പ്രത്യേക ആംഗിളിലേക്ക് മാറും. ആ ആംഗിളിനെയാണ് ഇവിടെ യൂളർ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പടം വരയ്ക്കാൻ ശ്രമിക്കുക, ഷെയ്ഡ് ചെയ്യുന്നും വേണ്ട. നമ്മൾ ആ X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ്, അല്ലെങ്കിൽ X1, X2, X3 ആക്സിസ് വരച്ചിട്ട് നമ്മൾ ഒരു നീല നിറത്തിലൊരു എലിപ്സായിട്ട് കാണിക്കണം, റെഡായിട്ട് ഉള്ളത് മറ്റൊരു എലിപ്സായിട്ട് കാണിക്കണം, എന്നിട്ട് ഇതുപോലുള്ള ആക്സിസ് വരച്ച് കാണിച്ചാലും മതി. അപ്പോൾ ഏകദേശം ഒരു ചിത്രം നമുക്ക് കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ചിത്രത്തിൽ കാണിച്ചിട്ടില്ല. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാണിക്കണമെങ്കിൽ അല്പം കോംപ്ലിക്കേറ്റഡ് ഡയഗ്രാം വേണ്ടി വരും. അപ്പോൾ നോക്കി, ദി റൊട്ടേഷൻ ആംഗിൾസ്, ദ യൂളർ ആംഗിൾസ് ആർ റെപ്രസെൻറ്റ് ദി ഫിഗർ. ദേ ആർ phi, theta, psi are the angles. Phi, theta, psi are the angles. They are marked here. Main axis in blue ink, X1, X2, X3 represent the XYZ axis. And Euler angles are obtained by rotating the rigid body about the three axes, about the Z axis first, or X3 axis first, then about the X2 axis, and finally about the X1 axis. 3 ആക്സിനെ അടിസ്ഥാനപ്പെടുത്തി certain angles റിജിഡ് ബോഡിയെ കറക്കിയാൽ കിട്ടും, നമുക്ക് ആ പുതിയ പൊസിഷൻ വരും, പുതിയ ഓറിയൻറ്റേഷൻ വരും. അപ്പോൾ എത്രമാത്രം റൊട്ടേറ്റ് ചെയ്തു എന്നുള്ള കാര്യത്തെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആംഗിളാണ് യൂളർ ആംഗിൾസ്. അവയെ നമ്മൾ phi, theta, psi എന്ന് മാർക്ക് ചെയ്യും. അവ ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, phi, theta, psi. അവയുടെയൊക്കെ പേര് ഒന്നുകൂടി നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇവിടെ നോക്കുക, ഹൗ ദീസ് ആംഗിൾസ് വർക്ക്, എങ്ങനെയാണ് ഈ ആംഗിൾസ് പ്രവർത്തിക്കുക.
Euler angles define a sequence of rotations around XY axis. നമ്മളുടെ ചിത്രത്തിൽ x1, x2, x3 axis എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. Axis of a coordinate system. Typically, there are 12 possible combinations. 12 തരത്തിൽ നമുക്കത് റൊട്ടേറ്റ് ചെയ്യാവുന്നതാണ് of rotations. But the most common is the 3-to-1 sequence. 3-to-1 sequence means Z, Y, X sequence. Z, Y, X sequence. അങ്ങനെ എഴുതാം. 3-to-1 sequence you can write as Z, Y, X sequence. Rotation around Z, rotation around Y, then around X. 3-to-1. X3, X2, X1. Each rotation is defined by an angle and the combination of these angles, example phi theta psi. Phi theta psi defines the final orientation. അപ്പോൾ ഈ 3 ആംഗിൾ വെച്ചാണ് നമ്മൾ നേരത്തെ ഇരുന്നിരുന്ന് ഈ വസ്തു പുതിയ പൊസിഷനിലേക്ക് വരുന്നത് കാണിക്കുന്നത്. ദ ന്യൂ ഓറിയൻറ്റേഷൻ ഓഫ് ദ റിജിഡ് ബോഡി വിത്ത് റെസ്പെക്ട് ടു ദി ഒറിജിനൽ പൊസിഷൻ, ഒറിജിനൽ ആക്സസ് are represented by the 3 angles phi, theta, psi. What are their name? So we discuss the 3-to-1 rotation. Z, Y, X rotation sequence. Number 1, first rotation. That is 3 axis, Z axis. The rotation about the 3 axis, usually the Z axis of the initial or fixed prime. This rotation often is called yaw. നമ്മളതിനെ സൈൻ എഴുതിയിട്ട് വായിക്കുന്നത് ഇവിടെ ഈ ആംഗിളിൽ വായിക്കുന്നത് യോ എന്നാണ്. YW യോ. ഇൻ ആപ്ലിക്കേഷൻസ് ലൈക്ക് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. ഇപ്പോൾ ഫ്ലൂയിഡ് ഡൈനാമിക്സിലേക്ക് ഈ ആംഗിളിനെ യോ എന്ന് പറയും. അതിന് സിമ്പിൾ നമ്മൾ സൈ ആണ് കൊടുക്കുന്നത്. Now comes rotation about the 2 axis, second axis, that is y axis. The next rotation is about the 2 axis, the y axis, and the result that resulted from the first rotation. ഫസ്റ്റ് റൊട്ടേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ y ആക്സിന് വിത്ത് റെസ്പെക്ട് y ആക്സിസ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ദിസ് ഈസ് നോൺ ആസ് ദ പിച്ച് തീറ്റ എന്ന് പറയും. പിച്ച് തീറ്റ. രണ്ടാമത്തെ ആംഗിളിനെ പിച്ച് തീറ്റ എന്ന് പറയും. ആദ്യ ആംഗിൾ നമ്മൾ യോ എന്നാണ് വിളിച്ചത്, യോ. Now the third rotation, that is one axis rotation, x-axis rotation. The final rotation occurs about the one axis, the x-axis, that was created after the second rotation. And the final rotation, the third rotation is after the completion of the second rotation. This is the roll. This angle is called roll or phi. So psi theta phi. Reverse വായിച്ചാൽ phi theta psi. അങ്ങനെ വായിക്കുക. ഇനി ഈ ആംഗിൾ വെച്ചിട്ട് നമുക്ക് ഒരു വസ്തുവിൻ്റെ കൈനറ്റിക് എന്ന് പറയാം. വി ക്യാൻ സേ ദ കെ ഓഫ് എ റിജിഡ് ബോഡി യൂസിങ് ദ യൂളേറിയൻ ആംഗിൾസ് ഓർ ദ യൂളേറിയൻ ആംഗുലാർ വെലോസിറ്റീസ്. If theta is the angle, Euler angle, then theta dot is the angular velocity. So we can express the kinetic energy of a rigid body using Euler angles and its derivatives. So total kinetic energy T rotational is equal to half I1 phi dot sin theta sin phi sin psi sin theta sin psi plus theta dot cos psi the whole square. Then plus next term plus I2 phi dot sin theta cos psi minus theta dot sin psi the square plus I3 into phi dot cos theta plus psi dot the whole square. You look here, the total rotational kinetic energy of a rigid body in terms of Eulerian angle and its derivatives are given by T rotational is equal to half I1 phi dot sin theta sin psi plus theta dot cos psi whole square
പ്ലസ് I2 ഒരു പ്ലസ് യു പുട്ട് പ്ലസ് I2 5 dot sin theta cos phi minus theta dot sin psi square plus I3 5 dot cos theta plus psi dot square, where phi dot, theta dot and psi dot are the derivatives of the angles, and here I1, I2 and I3 are the principal moment of inertia of the rigid body about the three axes x, y, z axis. I1, I2, I3 are the principal moments of inertia. എക്സാമ്പിൾ ഈ 3 റൊട്ടേഷൻ വരുന്നൊരു എക്സാമ്പിൾ പറയുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലായി. ഈ 3 റൊട്ടേഷൻ ഒരുമിച്ച് വരിക. ഈ Z റൊട്ടേഷൻ, Y റൊട്ടേഷൻ, എക്സ് റൊട്ടേഷൻ, ഈ 3 റൊട്ടേഷനും ഒരുമിച്ച് വരുന്നത് എവിടെയാണ്? നമ്മൾ ഒരു റോബോട്ടിൻ്റെ ഹാൻഡിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൈ റൊട്ടേറ്റ് ചെയ്യുന്ന അത് വെച്ച് നമുക്ക് ഈ 3 ആംഗിൾ ഒരു ഏകദേശം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനൂടെ. ലെറ്റ് us say you have a robot arm. നമുക്ക് റോബോട്ട് ആം ഉണ്ടെന്ന് വിചാരിക്കുക. അതൊക്കെ നമ്മുടെ കൈ തന്നെ വിചാരിക്കുക. അപ്പോൾ നമ്മുടെ കൈ ഫ്രീ ആയിട്ട് ചലിപ്പിക്കാൻ പറ്റുന്ന വിധത്തിലാണെങ്കിൽ വരുന്ന റൊട്ടേഷനാണ് ഇവിടെ പറയുന്നത്. ലെറ്റ് us say you have a robot arm. Euler angles can be used to describe the orientation of the arm by specifying rotations around the joints. അപ്പോൾ നമ്മുടെ കൈ തന്നെ റോബോട്ടിക് ആം വേണമെന്നില്ല, നമ്മുടെ കൈ തന്നെ എടുക്കാം. നമ്മുടെ ഒരു കൈ എടുക്കുക, ആ കൈയുടെ റൊട്ടേഷൻ 3 ജോയിൻ്റ് ഉണ്ടല്ലോ, ആ തോളിൽ, പിന്നെ മുട്ടിൻ്റെ അവിടെ, പിന്നെ താഴെ ആ റിസ്റ്റിൻ്റെ അവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്. 3 ജോയിൻ്റ് ഉണ്ട്. ആ 3 ജോയിൻറ്റിലും വ്യത്യസ്തമായ തരത്തിൽ നമുക്ക് കൈയെ ഹൈ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെയെല്ലാം ഈ 3 റൊട്ടേഷൻ നമുക്ക് യൂളർ ആംഗിൾ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ലെറ്റ് us say you have a robot arm. Euler angles can be used to describe the orientation of the arm by specifying rotations around its joints. First angle phi could represent the rotation of the shoulder joint around the Z axis. ഒന്നാമത്തെ ആംഗിൾ ഫൈ ആണ് കേട്ടോ. ഫൈ അത് Z ആക്സിനെ അടിസ്ഥാനപ്പെടുത്തി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. അത് ഷോൾഡർ ജോയിൻ്റാണ് പിവട്ടായിട്ട് വരുന്നത്, ആ കറങ്ങുന്ന പോയിൻ്റ്. ദ സെക്കൻഡ് ആംഗിൾ തീറ്റ could represent the rotation of the elbow joint around the y axis. എൽബോ ജോയിൻ്റെ റൊട്ടേഷനെയാണ് y axis റൊട്ടേഷനായിട്ട് വരുന്നത്. ഇവിടെ ആംഗിൾ തീറ്റയാണ്. ഇനി അടുത്ത റെസ്റ്റ് ആയിരിക്കും. The third angle psi could represent the rotation of the wrist joint around the Z axis. So for our hand there are 3 main joints, namely the shoulder joint, the shoulder joint, and then the elbow joint and the wrist joint. And the rotation about these 3 joints are the 3 Eulerian angles. ലിമിറ്റേഷൻസ്, ഇതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. ജിംബൽ ലോക്ക് എന്ന് പറയും. ലിമിറ്റേഷൻസ് നമ്മൾ ജിംബൽ ലോക്ക് നേരത്തെയും പറഞ്ഞതാണ്. ജിംബൽ ലോക്ക്, എ സിറ്റുവേഷൻ വെയർ 2 rotation axes become aligned, causing a loss of degrees of freedom and making it difficult to control the orientation. അതായത് ഈ ജിംബൽ ലോക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിറ്റുവേഷൻ വെയർ 2 rotation axes become aligned. 2 റൊട്ടേഷൻ ആക്സിസ് ഒരുമിച്ച് വരും. കോസിങ് ദ ലോസ് ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2 ആക്സിസ് ഒരുമിച്ച് അലൈൻ ചെയ്താൽ ഡിഗ്രി ഓഫ് ഫ്രീഡം നഷ്ടപ്പെടും. ഡിഗ്രി ഓഫ് ഫ്രീഡം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പുതിയ കോർഡിനേറ്റ് ആവശ്യമില്ലാതെ വരും. മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ദി ഓറിയൻറ്റേഷൻ. അത്തരം കേസിൽ ഇതിൻ്റെ വാസ്തുവിൽ ഓറിയൻറ്റേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതിനെ വിളിക്കുന്ന പേര് ജിംബൽ ലോക്ക്. സിംഗുലാരിറ്റീസ്. Certain combinations of Euler angles can lead to mathematical singularities. മാത്തമാറ്റിക്കൽ സിംഗുലാരിറ്റി എന്ന് പറയുന്ന ടേം ഉണ്ട്. അപ്പോൾ ചില റൊട്ടേഷൻസ് മാത്തമാറ്റിക്കൽ സിംഗുലാരിറ്റീസിലെത്തും. പിന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. മേക്കിംഗ് ദം അൺസൂട്ടബിൾ ഫോർ സം ആപ്ലിക്കേഷൻസ്. അപ്പോൾ സിംഗുലാരിറ്റി വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു എൻഡ് പോയിൻ്റ് വരികയാണ്, പിന്നെ മുന്നോട്ട് നീങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ ഈ ചില ആപ്ലിക്കേഷനിൽ ഈ യൂളർ ആംഗിൾ അൺസൂട്ടബിൾ ആകും. നോൺ യൂണീക്ക്നെസ്. ഇത് യുണീക്ക് എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റത്തില്ല. The some orientations can be achieved with different combinations of Euler angles. ഈ എല്ലാ ഓറിയൻറ്റേഷനും
ഈ 3 ആംഗിൾസ് കൊണ്ട് എത്തിപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇത് നോൺ യുണീക്കാണെന്ന് പറയും. ആപ്ലിക്കേഷൻസ് എവിടെയെല്ലാമാണ് ഈ യൂണർ ആംഗിൾ അപ്ലൈ ചെയ്യുന്നത്? In robotics, describing the position and orientation of robots and their points. Aerospace, describing the orientation of aircraft and spacecraft. Computer graphics, representing the orientation of objects in 3D scenes. Physics, analyzing the motion of rigid bodies. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനായിട്ട് നമുക്ക് ചോദിക്കുക. റൈറ്റ് എ നോട്ട് ഓൺ യൂണർ ആംഗിൾസ് ഒരു ക്വസ്റ്റ്യനാണ്. അല്ലാതെ വരുന്ന ക്വസ്റ്റ്യൻസ്: വാട്ട് ആർ യൂണർ ആംഗിൾസ്, ഗിവ് ദർ ആപ്ലിക്കേഷൻസ്, എക്സ്പ്ലൈൻ 3-to-1 റൊട്ടേഷൻ. 3-to-1 റൊട്ടേഷനെ നമുക്ക് ഇസഡ് വൈ എക്സ് റൊട്ടേഷൻ എന്ന് ചോദിക്കാവുന്നതാണ്. ഡ്രോ എ ഡയഗ്രം ടു ഇല്ലസ്ട്രേറ്റ് യൂണർ ആംഗിൾസ്. മാർക്ക് 3 ആംഗിൾസ് നമ്മൾ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട്. വാട്ട് ഇസ് ഇമ്പൽ ലോക്ക്? ഡിംബൽ ലോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗീവ് ദി ആപ്ലിക്കേഷൻ ഓഫ് യൂണർ ആംഗിൾസ്. യൂണർ ആംഗിൾസിൻ്റെ ആപ്ലിക്കേഷൻ പറയുക. ഹൗ ആർ യൂണർ ആംഗിൾസ് അപ്ലൈഡ് ടു എ റോബോട്ടിക് ആം. റോബോട്ടിക് ആമിൽ എങ്ങനെയാണ് നമ്മൾ യൂണർ ആംഗിൾ അപ്ലൈ ചെയ്യുന്നത്? ആ 3 റൊട്ടേഷനെ കുറിച്ച് പറയുക. ഷോൾഡർ ജോയിൻറ്റ് റൊട്ടേഷൻ, എൽബോ ജോയിൻറ്റ് റൊട്ടേഷൻ ആൻഡ് റിസ്റ്റ് ജോയിൻറ്റ് റൊട്ടേഷൻ. And that is all with your 41th class. We continue. Thank you.